അർജുൻ, നമ്മുടെ അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ CPM-ന്റെ ഒരു കാലത്തെ ഒരു 5 വർഷം മുമ്പ് വരെയും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു CPM പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും MLA ആയിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും നിലപാടുകളുടെയൊക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു നേതാവായിരുന്നു സുധാകരൻ. അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ശബരിമലയിൽ വളരെയധികം അഴിമതികൾ തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല മുഴുവൻ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സുനിൽ സ്വാമിയാണ്. ഈ അടുത്തിടയ്ക്ക് ഫ്രാഡ് സുനിലിനെ വേറെ ഏതോ കേസിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ശബരി എക്സ്പോർട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നത് പുള്ളിയാണ്. അപ്പോൾ പുള്ളി പണ്ടൊരു ലാംബട്ടറായുമായിട്ട് കൊല്ലത്ത് വന്നിറങ്ങുകയും പിന്നെ അവിടുന്ന് പതുക്കെ കൊണ്ട് ഒരു കശുവണ്ടി മേഖലയുടെ ആളാവുകയും പിന്നീട് ശബരി എക്സ്പോർട്സ് എന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥാപിക്കുകയും ഇവരൊക്കെ ഈ എല്ലാം അങ്ങനെയുള്ളവരുടെ ഈ പ്രത്യേകിച്ച് അമൃതാനന്ദമായി അടക്കമുള്ളവരുടെ എല്ലാം വളർച്ച അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടിയിരിക്കുക, പിന്നീട് ലോകം മുഴുവൻ ഷെഡ് കെട്ടുക എന്ന അവസ്ഥയിലേക്ക് പോകുന്ന പോലായിരുന്നു സുനിൽ സ്വാമിയുടെയും പഠിച്ചത്. സുനിൽ സ്വാമി പക്ഷേ പഠിച്ച പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാധനാലയങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് വലിയ ഡൽഹിയിലെ അശ്വത്ഥാം, അതുപോലെ തന്നെ ശബരിമല, പിന്നെ ഉടുപ്പി, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാണ് കേന്ദ്രീകരിച്ചാണ് പുള്ളിയുടെ കച്ചവടം. ശബരിമലയിലെ പുള്ളിയുടെ മുഴുവൻ കച്ചവടവും എടുത്തു കളഞ്ഞത്, ആർജവം കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞതും സുധാകരനാണ്. അപ്പൊ അത്തരത്തിലുള്ള ആർജവത്തോടു കൂടിയൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള സുധാകരനെ പിന്നീട് പാർട്ടി കൈവിടുകയാണ് ചെയ്തത്. പാർട്ടി കൈവിട്ടെന്ന് വെച്ചാൽ സമ്പൂർണ്ണമായും പുള്ളിയെ അങ്ങ് മാറ്റി നിർത്തുക. പ്രായാധിക്യം കൊണ്ടാണോ എന്തോ പറഞ്ഞ് അങ്ങ് മാറ്റി നിർത്തി. അത് സഖി കെട്ട് പുള്ളി അത്രയും കാലം ആ പാർട്ടിയുടെ ഭാഗമായിട്ട് സംസാരിച്ച ആള്, പാർട്ടിക്ക് വേണ്ടി എവിടെ പോയി വേണമെന്നുണ്ടെങ്കിൽ പിണറായി അടക്കം പൂർത്തി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുധാകരൻ. പക്ഷെ ഒരു ദിവസം രാവിലെ തൊട്ട് ഈ ഒഴിവാക്കുന്ന ഒരു സമീപനം തോന്നില്ല. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ അവനെ ഒന്ന് കൂട്ടണ്ട, അവനെ ഒന്ന് മാറ്റി നിർത്തിയത്, നമുക്ക് രണ്ടുപേർ കൂടെ മാത്രം മതി, അല്ലെ നമുക്ക് 3. അപ്പൊ കുറെ നാൾ ഒഴിവായി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായാധിക്യം കൊണ്ടല്ല, അല്ലാതെ തന്നെ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നടക്കുന്നത് കേട്ടോ, ഒരു 3 പേര് ഒരുമിച്ച് നടക്കുന്നു, 4 പേര് ഒരുമിച്ച് നടക്കുന്നു, 2 പേര് മാറി നിന്നിട്ട് ഈ രണ്ടവന്മാരെ നമ്മളോട് കൂട്ടണ്ട എന്ന് പറയുന്ന തരത്തിലേക്കാണ് അമ്പലപ്പുഴയിൽ സുധാകരൻ അവസ്ഥ സംഭവിച്ചതുകൊണ്ടാണ് അദ്ദേഹം മാറിപ്പോയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അല്ലാതെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചോദിക്കും, തോമസ് ഐസക്കും അതേ സമയത്ത് മന്ത്രിയായിരുന്നല്ലോ, അദ്ദേഹം മാറി നിന്നില്ലയോ, MLA ആവാതെ മാറി നിന്നില്ലയോ, അങ്ങനെയൊക്കെ ചെയ്തില്ലയോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ തോമസ് ഐസക്കിനെ കൊണ്ട് ആവശ്യങ്ങൾ പിന്നെയും പാർട്ടിക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം, സുധാകരന്റെ പ്രായാധിക്യം കൊണ്ട് ഒഴിവാക്കിയതാവാം. ഏത് സാഹചര്യം എടുത്താലും ശരി സമ്പൂർണ്ണമായും പുള്ളി ഒഴിവാക്കി കളയും. പുള്ളി കളം വിട്ട് ഒറ്റയ്ക്ക് കോൺഗ്രസ് പിന്തുണയോടുകൂടി അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു 2 പോയിന്റ് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതുണ്ട്. ശരി, ശബരിമലയിലെ തിരുമേനിമാർ അടിവസ്ത്രം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ഇദ്ദേഹമായിരുന്നില്ലേ? അല്ലേ? അതെ അതെ അതെ, തിരുമേനിമാര്. അതെ അതെ. അതിനുശേഷം രാമായണം ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അല്ലേ? അതെ അതെ. അതിനുശേഷം രാമായണം ജപിക്കുന്ന സുധാകരനെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് പണ്ട് പുള്ളി കവിത എഴുത്തും, കവിത എഴുത്തില്ല, രാമായണം ജപിക്കുന്ന സുധാകരനെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ ഒരു രാമായണ ജപം, അത് ഒരു കാര്യമുണ്ട് കേട്ടോ. കുറച്ചുനാള് കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ കൊണ്ട് അന്ധമായി നടക്കുന്നവരൊക്കെ പിന്നീട് മാർക്സിസവും ലെനിനിസവും ഒക്കെ വിട്ടതിന് ശേഷം ക്ഷേത്രങ്ങളിൽ പോവാറൊക്കെ ഉണ്ട്. അല്ല, പോലുള്ളവർ പോവില്ല പോലും. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, അന്നേരം നമുക്കറിയാം, ആദ്യം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്ന ഒരു വ്യക്തി, നിരീശ്വരവാദിയായിട്ടുള്ള ഒരു വ്യക്തി രാമായണം ജപിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും നിലപാടുള്ള പൊള്ളത്തരം തുറന്നു കാണും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ പാർട്ടി അമ്പല ഭരണോ മറ്റു കാര്യങ്ങളോ ഒന്നും കൈയാളണ്ട, ദേവസ്വം CPM-ന്റെ ആരും എടുക്കണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ചിന്താഗതി എടുക്കണ്ട, അവരെ ഘടകകക്ഷി കൊടുക്കണമായിരുന്നു. അല്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ കാര്യമാണ് പറയുന്നത്, സുധാകരന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ തന്നെ നമുക്കൊരു പൊള്ളത്തരം കാണാൻ കഴിയുന്നില്ലേ? എന്തുക, അദ്ദേഹത്തിനെ ആ വകുപ്പ് ഏൽപ്പിച്ചില്ലേ? അല്ല, വകുപ്പ് ഏൽപ്പിച്ചതല്ല, അദ്ദേഹത്തിന്റെ ഈ ആദ്യത്തെ പ്രസ്താവന, അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവൃത്തി മൊത്തം ഘടകവിരുദ്ധമായിട്ട് തോന്നുന്നില്ലേ? ചിലപ്പോ ആ സമയത്തൊക്കെ ഈ കൊടിയ കമ്മ്യൂണിസം തലയ്ക്ക് കൊണ്ട് നടക്കുന്നില്ലയോ, ആ സമയത്ത് ചിലപ്പോ ഈ ബ്രാഹ്മൺസിന്റെ ഈ പ്രകൃതം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അവർ എടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിഷേധം തോന്നും. സ്വാഭാവിക. ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള രീതിയിൽ പറയും, ഇവർക്ക് തുണി കൊടുത്ത് നടന്നുകൂടെ, അടിവസ്ത്രം ഇട്ട് നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കാം. പിന്നെ അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മാരാരിക്കുളം മണ്ഡലം വീസിനെ വരെ പരാജയപ്പെടുത്തിയിട്ടുള്ള മണ്ഡലമാണ് മാരാരിക്കുളം. അതായത് ഈ പാർട്ടിയുടെ നെടുന്തൂണ് ഇത് രണ്ടായിട്ട് പിളർന്നു പോകുമ്പോഴതിന് ഒറ്റയ്ക്ക് പിടിച്ചു തരാം. അതൊന്നും EMS ഒന്നും ഇല്ല, മാറിപ്പോയി. ഇവിടെ EMS ഒക്കെ അന്ന് പോയി മനയിൽ പോയിരുന്നതേ ഉള്ളൂ. AKG VS ഒക്കെ അടക്കമാണ് ഈ പാർട്ടിയെ കൊണ്ടുപോയി. VS-നെ പരാജയപ്പെടുത്താമെങ്കിൽ സുധാകരനെ പരാജയപ്പെടുത്തിക്കൂടെ? ഉറപ്പായിട്ട്. അപ്പൊ
അപ്പൊ അതാണ് നമ്മൾ പക്ഷേ കോൺഗ്രസ് പിന്തുണയ്ക്കാൻ കോൺഗ്രസ് പിന്തുണയ്ക്കാൻ നിൽപ്പുണ്ട് എങ്കിലും ജി സുധാകരൻ പറയുന്നു തനിക്ക് BJP വോട്ടുകൾ കിട്ടുമെന്ന് ജി സുധാകരൻ ഇല്ല പറയുന്നു. കഴിഞ്ഞാൽ ആരുടെ വോട്ടും ആവശ്യപ്പെടാം. കാര്യം എന്താ, പുള്ളി ഇപ്പൊ സ്വതന്ത്രമാണ്. BJP-യുടെ വോട്ട് ആവശ്യപ്പെടാം, ജമാഅത്ത് ഇസ്ലാമിയുടെ വേണ്ട ആവശ്യപ്പെടാം, SDPI-യുടെ പക്ഷേ ആവശ്യപ്പെടാം, എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എച്ച് സലാമാണ്. CPM. അദ്ദേഹം പറഞ്ഞാൽ മതി, എനിക്ക് അവരെ ആരെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് അദ്ദേഹത്തിന് ലഭിക്കും തോന്നുന്നുണ്ട്. അത് സംഭവിച്ചേക്കാം. അപ്പൊ അങ്ങനെ പക്ഷെ അത് ഉണ്ട് കേട്ടോ, കേരളത്തിൽ ഇത്തവണ മുസ്ലിം വോട്ടൊന്നും അങ്ങനെ പോകാൻ അല്ല, തോന്നുന്നു. പക്ഷേ ചില SDPയുടെ പിന്തുണ ആർക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അതിപ്പോ CPM-നുണ്ടല്ലോ. CPM-നുണ്ട്. നമ്മുടെ അഭിമന്യുവിനെ കൊന്ന പിന്നെ SDPI-യുടെ പിന്തുണയാണ് CPM ധൈര്യപൂർവ്വം ഏറ്റുവാങ്ങിയത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു SDPയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും റിലേഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നുണ്ടോ എച്ച് സലാമിനെ? സ്വാഭാവികമായിട്ടും അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും എച്ച് സലാമിന് മുസ്ലിം വോട്ടുകൾ ലഭിക്കില്ലേ? ലഭിക്കും. അപ്പോ ആലപ്പുഴയിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുമാണ്. അപ്പോ സ്വാഭാവികമായിട്ടും BS-നെ വരാൻ പരാജയപ്പെടുത്തിയിട്ടുള്ള മാരാരിക്കുളം മണ്ഡലമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി സുധാകരനും അമ്പലപ്പുഴയിൽ ജി സുധാകരനും അമ്പലപ്പുഴയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള പിന്നെ വേറൊരു കഥയുണ്ട്. കാരണം ഒരു അന്ധമായ പിണറായി വിരോധം ഇന്ന് സംസ്ഥാനം ഒട്ടാകെയുണ്ട്. വേറെ LDF-നോടുള്ള വിരോധമൊന്നും അല്ല കേട്ടോ, അന്ധമായ പിണറായി വിരോധമാണ്. ഇവിടെ CPM-നോടോ പിന്നെ അല്ലെങ്കിൽ LDF-നോടോ ഒന്നും ഉള്ളതല്ല വിഷയം. ഈ കേരളം മുഴുവനുള്ളൊരു വികാരമാണ് പിണറായി വിരോധം. ആ വിരോധത്തിന്റെ അഫക്റ്റിൽ ഒരുപക്ഷെ പ്രത്യേകിച്ച് അതിനൊരു ഇരയാണ് ജി സുധാകരൻ. ജി സുധാകരനെ ചെറ്റേന്ന് വരെ വിളിച്ചില്ലേ. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, ഇദ്ദേഹത്തിന് പെരുന്നയിൽ സന്ദർശിച്ചപ്പോഴും അതോടൊപ്പം തന്നെ കന്നിച്ചൂരങ്ങളിൽ സന്ദർശിച്ചപ്പോഴും ഇദ്ദേഹത്തിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രമാത്രം പ്രായമേറിയ വ്യക്തിയൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ മാരാരിക്കുളം മണ്ഡലത്തിൽ VS-നെ പരാജയപ്പെടുത്താമെങ്കിൽ ഇദ്ദേഹത്തിനും പരാജയം ഏറ്റുവാങ്ങുന്നതിൽ യാതൊരു പാടുമില്ല. തോറ്റാൽ അത് ഇദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ പരാജയമായിട്ട് കാണാം. സുധാകരൻ പിക്ചറിൽ പോലും ഇല്ല. പിന്നെ ഇനിയിപ്പോ സുധാകരൻ എന്ന് പറയുന്നത് കാരണം മാത്രമല്ല, പോയവർക്കൊക്കെ അതൊരു അനുഭവമായി മാറും എന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടാവും. അത് മാത്രമല്ല, ഈ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു യുഗം അവസാനിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ പിക്ചർ ഒരു വാർത്ത എഴുതാൻ പോലും ഒരു കോളം കിട്ടില്ല. ആ വാർത്ത എഴുതാൻ പോലും ഒരു കോളം കിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പത്രങ്ങളില്ല. പിന്നെ കോൺഗ്രസ് മീഡിയക്കാരെടുത്തോണ്ടും പോകണ്ട. കോൺഗ്രസ് കാലം മാത്രമല്ല, ഇത് നാണക്കേടുവാണ്. കോൺഗ്രസിന്റെ പിന്തുണ, കാരണം ഇത്രയും കാലം CPM-ന്റെ അനുഭാവിയായിട്ട് നിന്നിട്ട് CPM-ന്റെ പിന്നെ എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ട് ഒരു സുപ്രഭാതി ഈ പ്രായാധിക്യം കൊണ്ടെങ്കിലും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് SDPI വോട്ടുകൾ SDPI CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. SDPI-യുമായിട്ട് റിലേഷൻ ഉള്ള വ്യക്തിയാണ് എച്ച് സലാം. അതുകൊണ്ട് തന്നെ SDPI-യുടെ ധാരാളം വോട്ടുകൾ അമ്പലപ്പുഴ മണ്ഡലത്തിലുണ്ട്. അത് എൻ ബ്ലോക്ക് ആയിട്ട് എച്ച് സലാമിന് ലഭിച്ചാൽ ഒരുപക്ഷെ സുധാകരന്റെ ഒരു തോൽവി നമുക്ക് കൺഫേം ചെയ്യാം. 100% കൺഫേം ചെയ്യാം. അപ്പോ ആ വിഷയത്തിനകത്ത് പരിസമാപ്തി ഇങ്ങനെ ഉണ്ടാവും. ഒരുപക്ഷെ അതായത് സുധാകരന്റെ സമ്പൂർണ്ണ പരാജയം, സുധാകരന്റെ ഒരു പരാജയം നമുക്ക് പ്രതീക്ഷിക്കാം.